നൗഷാദിന്റെ ഇന്നത്തെ ഒരു വെല്ലുവിളി ഞാൻ ഇപ്പൊ ഇങ്ങനെ വെറുതെ ഒന്ന് കേട്ട് നോക്കിയപ്പോഴേ ഓൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടാക്കി നിങ്ങള്. എന്നിട്ട് ആ പൂതി ഞാൻ കെട്ടി തരാം. എൻ്റെ വെല്ലുവിളിയൊക്കെ എത്താൻ കഴിയും. പഴയ ചാക്കും തീറച്ചാക്കും എൻ്റെ വാക്കും ഒരു നിലയും വലിയില്ലാന്നുള്ളേ. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്ലിപ്പ്, ഞാൻ ഈ കാണിക്കുന്ന ക്ലിപ്പിന്റെ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് അജി തെളിയിക്കണം. ഇത് ആണാണെങ്കിൽ, അന്തസ്സും അഭിമാനവും തറവാടിത്തുള്ളവനാണെങ്കിൽ, മനസ്സിലായോ? ഇത് അപ്പുറം കേൾപ്പിക്ക്. ആർക്ക് വിട്ടെടുത്താലും മതി. എന്റെ വോയിസ് ഓനക്ക് അയച്ചു കൊടുത്തോളി. എന്നിട്ട് ഓന്റെ ക്ലിപ്പ് ഓർക്ക് വിട്ടെടുക്കി, ഞാൻ വിടുന്ന ക്ലിപ്പും വിട്ടെടുക്കി. എന്നിട്ട് ആ ക്ലിപ്പിന്റെ അപ്പുറപ്പുറട്ടിട്ട് ഓല് എങ്ങനെയാണ് അത് അവതരിപ്പിച്ചത്, ആ അവതരിപ്പിച്ച രൂപത്തിൽ ആണ് കാണിച്ചു തരണം. മോനെ കുറച്ച് പണി ഉണ്ടാവും. ആ വെല്ലുവിളി കേൾക്കുന്നത് സമസ്തയുടെ ലീഡേഴ്സിനെയും പേരോടിന്റെ ശിഷ്യന്മാരെയും ഞങ്ങൾ ഇബ്നു തൈമിയ എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ആദർശ പോരാട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാശയം എവിടെയെങ്കിലും മുറിച്ച് ആ ആശയത്തിന് വിരുദ്ധമായി ഞങ്ങൾ കാണിച്ചൊരൊറ്റ ക്ലിപ്പ് കാണിക്കാൻ പേരോടിനെയും അയാളുടെ അനുയായികളെയും ഞങ്ങൾ വിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ കാണിക്കുക. നിങ്ങൾ അത് കാണിക്കാനേ പേരോത്സവം വേണ്ട, പേരോത്സവ ശിഷ്യന്മാരൊന്നും വേണ്ട, സാധാരണക്കാരായ ഞങ്ങൾ മാത്രം മതി. നിങ്ങൾ കട്ടുമുറിച്ചത് കേൾപ്പിക്കാൻ, പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് എത്ര എനിക്ക് ഒന്ന് ഞാൻ കാണിച്ചിട്ടാ. ഞാൻ ഈ കാണിക്കുന്ന ക്ലിപ്പിന്റെ അപ്പുറം ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞ മാതിരിയാണോ പേരോത്സവ പറഞ്ഞതെന്ന് വെച്ച് തെളിയിച്ചാൽ മതി. ആ പ്രസംഗം കൊണ്ട് തെളിയിക്കണം. എനിക്ക് ധൈര്യം ഉണ്ടോ? അപ്പോഴാണ് ആണാകല്, തറവാടിത്തുള്ളവനാകല്. കുഞ്ഞേമ്മ വലുതും ചോദിക്കണ്ടല്ലോ, അതൊക്കെ വെച്ചോ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, എനിക്കറിയാലോ. അതൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലിപ്പ് കണ്ടോടി. നിങ്ങൾ പരപ്പനങ്ങാടി വെച്ച് കേൾപ്പിച്ച ക്ലിപ്പ് പല സ്ഥലത്തും കേൾപ്പിക്കലുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ആ പറഞ്ഞ മാതിരി ആണോ അതിലുള്ളത്? ആ ക്ലിപ്പ് വരട്ടെ. കട്ടുമുറിക്കലില്ലേ? പൊന്മസാരി ക്ലിപ്പ് കട്ടുമുറിച്ചതല്ലേ ചെമ്മാടത്തെ ആ ക്ലിപ്പ്? CM അലിദാന സാക്ഷിക്ക് പറ്റൂല എന്ന് പറഞ്ഞു എന്ന് പറയാണ്ട് അത് കക്കാറിന്റെ ഷെയ്ഖിനെ പറ്റി പറഞ്ഞതല്ലേ? കക്കാറിന്റെ ഷെയ്ഖിനെ എതിർക്കുന്ന സമയത്തല്ലേ പൊന്മസാദ പറഞ്ഞിട്ടുള്ളത്? ആ പ്ലേ ചെയ്യിപ്പിക്കുന്ന ക്ലിപ്പിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ്, അല്ലെങ്കിൽ പോട്ട ഒരു 3 മിനിറ്റ് മുമ്പ് എനിക്കത് വിട്ടുതരാൻ ധൈര്യമുണ്ടോ? പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? കട്ടുമുറിച്ചിട്ടില്ലേ? അതൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. ഇപ്പൊ ഒന്ന് പിടിച്ചോ. എൻ്റെ വെല്ലുവിളി ഒന്നാപ്പറ്റി ചോദിച്ചേ, മനസ്സിലായോ? ഈ ഒറ്റ ഒന്ന് മതി. ഖിയാമത്ത് നാൾ വരെ എനിക്ക് കഴിയില്ല ആ ക്ലിപ്പേറ്റെ. ഞാൻ പറയാം. മടവൂർ ശൈഖുനാനെ പറ്റി ഇയാൾ പറയണത് കേട്ടു നോക്കുങ്ങൾ. ഇയാൾക്ക് ആരെ പറ്റിയും പറയാനും റസൂലുള്ളാഹിനെ പറ്റി പറയാൻ പാടില്ലേ? പിന്നെപ്പോ അയിനൂറായ മുത്തു റസൂലിൽ നിന്ന് പ്രസരണം ചെയ്യപ്പെട്ട അൻവാറുകളിൽ പ്രധാനിയായ മടവൂർ ശൈഖുനാനെ പറ്റി പറയാൻ വല്ല പേടിയുണ്ടാവോ? വെച്ചോടുക്ക്. വേറൊരു കൂട്ടരുണ്ട്, അതൊക്കെ ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാ. ശൈഖാകാൻ പറ്റില്ല, അവരെ നിർദ്ദേശം സ്വീകരിക്കാൻ പറ്റില്ല, അവരെ പിന്തുടരാൻ പറ്റില്ല, അവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് താനും. അതെങ്ങനെ പറയാം? അള്ളാഹുവിനെ സ്നേഹിച്ചു അവർ. സ്നേഹം കൂടുതലായപ്പോ അവരെ മനസ്സ് തെറ്റിപ്പോയി. മനസ്സ് തെറ്റിയതിന്റെ കാരണം എന്താ? അള്ളാഹിനെ സ്നേഹിച്ചിട്ട് തെറ്റിയതാ. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ അവർക്ക് ബഹുമാനം. പക്ഷെ അവരെ മനസ്സ് റെഡിയില്ല. മനസ്സ് റെഡിയില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അവരെ ശൈഖാണ് എന്ന നിലക്ക് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിക്കാനും പാടില്ല. ഇവർക്ക് മജ്ദൂബുകൾ എന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനസ്സ് തെറ്റിപ്പോയവരാണ്. മടവൂർ ശൈഖുനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എല്ലാ കുരുവട്ടൂരും കണ്ടുപിടി. നൗഷാദിനെ ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ പോലും കണ്ടുപിടി. ഈ കുഞ്ഞാമയെ കളിപ്പിച്ച ക്ലിപ്പുണ്ടല്ലോ, CM അലിദാനെ കുറിച്ചാണ് പേരോട് ഉസ്താദ പറഞ്ഞത് എന്ന് പറഞ്ഞ് കളിപ്പിക്കണേ. ആ ക്ലിപ്പ്, ആ പ്രസംഗം കൊണ്ട് അത് CM അലിദാനെ കുറിച്ചാണെന്നുള്ള ഒരു ഹർഫ് കാണിച്ചു തന്നാൽ മതി. ആ പ്രസംഗത്തിൽ നിന്ന് തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങളെ പറഞ്ഞ ഞങ്ങൾ ആദർശ പോരാട്ടത്തിൽ ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നല്ലേ, കട്ടുമുറിച്ചിട്ടില്ല, തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഈ ക്ലിപ്പ് ഇട്ടത് ആരെ പറ്റിയാ? പേരോട് ഉസ്താദ് പറഞ്ഞത് ആരെ പറ്റിയാ? CM അലിദാനെ പറ്റിയാണോ? ആണെന്ന് വെച്ചാൽ ആണാണെങ്കിൽ ഉസ്താദെ തെളിയിക്കടാ. ഇപ്പൊ വിട്ടെടുത്തോ. എന്റെ വോയിസും ക്ലിപ്പും ഓൻ കയറ്റി നോക്കി, കുഞ്ഞാമ്പൂരിന്റെ ക്ലിപ്പും സർവ്വം വിട്ടെടുക്കി. എന്നിട്ട് ആ ക്ലിപ്പിന്റെ അപ്പുറം ഇട്ടിട്ട് പേരോട് ഉസ്താദ് അത് CM അലിദാനെ കുറിച്ച് പറഞ്ഞതാണെന്ന് തെളിയിക്കാൻ കറ്റോലിങ്ങളെ കൊടുത്തിട്ടുണ്ടോ? കാണട്ടടാ, തെളിയിക്ക്. എന്നിട്ട് വെല്ലുവിളിക്ക്. ഈ പൊന്മളസ്ഥാന ക്ലിപ്പ് ചെമ്മാട്ടിന്ന് കളിപ്പിച്ചത്, ആ ക്ലിപ്പിന്റെ ഒരു 3 മിനിറ്റ് മുമ്പ് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? കളിപ്പിക്കുന്ന ക്ലിപ്പിന്റെ 3 മിനിറ്റ് മുമ്പ് സ്റ്റേജ് കയറിയൊന്നും പറയണ്ട. അനക്കാരാണോ വാട്സാപ്പിൽ ഈ വോയിസും ക്ലിപ്പ് അയച്ചിരുന്നത്? ഓൽക്കണ്ട് വിട്ടുകൊടുത്താൽ മതി. ധൈര്യം ഉണ്ടോ? കുറച്ച് പണി ഉണ്ടാവും മോനെ. ജാണാണെ വിട്ടെടുക്ക്. എൻ്റെ വിചാരം ഉണ്ടാവും മാത്രം വിചാരിച്ചു ജായി എനിക്കിങ്ങനെ സ്റ്റേജിൽ കയറി വെല്ലുവിളിക്കുക.
എൻ്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ ഞങ്ങൾ പറഞ്ഞ ഈ 2 ക്ലിപ്പ് പെൺമസാന ക്ലിപ്പുമാണ് ഞാൻ ഇവിടുന്ന് ഞാൻ വിട്ടുതരാം. അതിൻ്റെ അപ്പുറം കേൾപ്പിക്കേ, അതുകൂടി ഞാൻ വിട്ടുതരാം. ഇത് പ്ലേ ചെയ്യിപ്പിക്കണ്ടേ പെൺമസാന ക്ലിപ്പ്? ആ ക്ലിപ്പിൻ്റെ അത് കട്ടതാണ്, തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് CMLനെ കുറിച്ച് പറഞ്ഞതല്ല, അത് കക്കാടിന്റെ ശേഖനെ കുറിച്ച് പറഞ്ഞതാണെന്ന് ഞാൻ പറയുന്നു. അല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ചർച്ചക്കുണ്ടേ വാറാ. അത്ര ഗ്യാരണ്ടിയിലാണ് 2 പ്രസംഗം കൈക്കാൻ പിടിച്ച് കാണാൻ പറയണ്ടേ. പച്ച വ്യഭിചാരം നടത്തിയിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ ക്ലിപ്പ് കട്ടുമുറിക്കൂല, ഞങ്ങൾ ചെയ്യൂല, ചെയ്തിട്ട് കൊണ്ടുവരില്ലേ? ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് കാണിച്ചു തരാം. 2 ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊന്നാ ചോദിച്ചു, 2 ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന് മറുപടി ഉണ്ടെങ്കിൽ അറിയിക്കടാ. ഈ ഉട്ടൻ്റെ സ്റ്റേജിൽ പറയും വേണ്ട. ആ ക്ലിപ്പ് വാട്സപ്പിൽ അക്കാറാണത് ഉട്ടൻ്റെ ഉൾക്കൊടുത്ത് ഇഞ്ചിന്നല്ല, എൻ്റെ കൂട്ടത്തിൽ ആളായാലും മതി. ആണായി പിറന്ന ഒരുത്തുണ്ടെങ്കിൽ കേൾക്കാം. എന്താ പറഞ്ഞറിയോ CM വലിയുള്ളാഹിയെ കുറിച്ച്? അവരെ നിക്കാഹിന് സാക്ഷി നിർത്താൻ പോലും പറ്റാത്ത ആളാണ് CM വലിയുള്ളാഹി. സുബ്ഹാന ജല്ല ജലാലുഹു. ഇതാ ഞാൻ പറഞ്ഞത്, ഈ CM മർക്കസ് അല്ലെങ്കിൽ CM അത് പൈസ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. CM വലിയുള്ളാഹിയോട് അല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇയാളെ പിടിച്ച് പഠിപ്പിച്ച് പുറത്തു നിർത്തിയിട്ടല്ലാതെ അവരെ മതി പറയാൻ എന്ത് അവകാശമുണ്ട്? CM വലിയുള്ളാഹി ഇത്ര മോശമായി ഇവിടെ വേറെ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങളാണ് പറയുന്നത്. മാത്രമല്ല, ഇവനൊക്കെ പറഞ്ഞത് ഷഹാദത്തിന് പറ്റണമെങ്കിൽ അയാള് കബീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാവരുത്, അതേപോലെ തന്നെ ചെറുദേശത്തിന്റെ മേലിൽ നിലവൃത്തിയാകുന്ന ആളാവരുത്. അതിനെ പുറത്ത് പറഞ്ഞു അയാൾ മുറിവത്തുള്ള ആളാവണം. മുറിവത്ത് നോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നു. മുറിവത്ത് നോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടിയെടുത്ത് ഹറാമകളെ തെറ്റിന്റെ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇത് ഹറാമല്ല, ഒരു കറാത്തേ ഉള്ളൂ എന്ന് അനുസരിച്ചും ഒരു ശേഖരിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ അദാലത്ത് എത്തപ്പെടുമെന്ന് പറഞ്ഞാൽ നിക്കായുടെ സാക്ഷിക്ക് ഒരാളെ പറ്റില്ലാണ്. പിന്നെ അവരെ ഒരു മുറബിയാക്കലും അല്ലെങ്കിൽ തടവത്തിന് ശേഷാക്കലും അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമായി നോക്കാറുള്ളത് മടവൂർ പാല് വെച്ചിട്ടുണ്ടെന്നാണ്. മടവൂർ മുറബിയാ ചോദ്യം ആരോ പറയും? മടവൂർ തന്നെ ഞാൻ ശീഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മടവൂർ കുറെ ആളുകൾ കൂടെ ചെറുകിയത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ തെരീക്കത്ത് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്തുകളുണ്ടോ? അതൊന്നുമില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി വരിക്കുന്നത് മടവൂർ മാത്രമല്ല, പറഞ്ഞ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം മുറബിയായ ചെയ്താണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ചെയ്താണെന്ന് പറയുന്നുമില്ല. ഞങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. വല്ല കുരുവട്ടൂരുണ്ടെങ്കിൽ ആലോചിച്ചോളി. നൗഷാദും സമദും കുഞ്ഞായ്മതും ഓന്റെ ഷെയ്ഖും ആ ഷെയ്ഖിന്റെ ഷെയ്ഖും സർവ്വ ആളുകളെയും വിളിക്കുകയാണ്. ഇതിൽ കേൾപ്പിക്കുന്ന ഈ പെൺമസാരി ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് മുമ്പ് ഒന്ന് പുറത്തുവിടാൻ വരുന്നുണ്ടോ? CM വലിയുള്ളാഹിനെ പറ്റിയാണ് പെൺമസാദ് പറഞ്ഞു എന്ന് പറഞ്ഞ കട്ട് മുറിച്ചിട്ടാണ് കേൾപ്പിക്കണ്ടേ. അല്ലാതെ തെളിയിക്കടാ നൗഷാദെ. ആണാണെങ്കിൽ ഇത് പുറത്തു വിടടാ. ഞാനും വിടാ ഇജും വിട്. ധൈര്യം ഉണ്ടാവും. വെല്ലുവിളിച്ചാൽ പോരടോ. ഞങ്ങൾ കട്ടുമുറിക്കലില്ലാന്നല്ലേ? നിങ്ങൾ കട്ടുമുറിച്ച പണ്ഡിതന്മാരുടെ പ്രസംഗം സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന 2 ക്ലിപ്പൊക്കെ ഞാൻ വിട്ടേ. പേരുസ്താദ് CM വലിയുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ് കേട്ടോളി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാമ്മ കേൾപ്പിച്ച ക്ലിപ്പ് ഇജും കേൾപ്പിക്കണ്ടേ? അതുപോലെ പൊൻമസ്താദ് CM വലിയുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ് കേട്ടോളി എന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കുന്ന ക്ലിപ്പ്, ഈ 2 ക്ലിപ്പ് കൊണ്ട് തെളിയിക്കാൻ കഴിയോ? എൻ്റെ ആൺകുട്ടിയാണ് വിടാ പുറത്ത്. ഈ എനിക്ക് വിട്ടുന്നവർക്ക് വാട്സപ്പിൽ വിട്ടെടുത്താൽ മതി. ഈ സ്റ്റേജിൽ കയറുന്നൊന്നും പറയണ്ട. ഇപ്പോൾ വിട്ടെടുക്കും. എപ്പോഴാണ് അതിൻ്റെ വോയിസ് കേൾക്കണമെങ്കിൽ ഞാൻ കാത്തിരിക്കും. എന്നിട്ട് ഞാൻ അതിൻ്റെ അപ്പുറം ഞാനും പുറത്ത് വിടും. മനസ്സിലായോ? അപ്പൊ കാണാം. ഇത് പുറത്തു വിട്. ഈ 2 ക്ലിപ്പ് ഞാനിപ്പം വിട്ട 2 ക്ലിപ്പ് ഉണ്ടല്ലോ, 2 ക്ലിപ്പ് പെൺമസാദിന്റെ ക്ലിപ്പും പേരുസ്താദിന്റെ ക്ലിപ്പും നിങ്ങൾ കേൾപ്പിക്കണ അപ്പുറം ഇട്ടിട്ട് ഒരു പറഞ്ഞത് അതന്നെ എന്നുള്ളത് ഈ തെളിയിക്കുക. അല്ല എന്നുള്ളത് ഒരു അപ്പുറം വിട്ടിട്ട് ഞാൻ തെളിയിക്കും. ധൈര്യം ഉണ്ടോ വെല്ലുവിളി ഏറ്റെടുക്കാൻ? അതാണ് ആൺകുട്ടികളാണെങ്കിൽ ചെയ്യേണ്ടത്. ഈ നൗഷാദ് പോട്ടെ, കുരുവട്ടൂരികൾ കൂടുതൽ ആൺകുട്ടികളുണ്ടെങ്കിൽ, ഉമ്മ പെറ്റലുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കി. ഈ എപ്പോഴാണ് നിങ്ങൾക്ക് വോയിസ് എത്തുന്നത് അപ്പോൾ തെളിയിച്ചാൽ മതി. കഴിയില്ല മക്കളെ, ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. അത് ഈ ചങ്ങായിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ വെല്ലുവിളിയല്ലേ. ഓനെ ഇനി എത്ര ക്ലിപ്പുകൾ കട്ടുമുറിച്ചാണ്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ എത്ര വിഷയങ്ങൾ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ ചെയ്ത്താമാർ ഇങ്ങനെ ഇതാക്കണേ. അപ്പോൾ ഇവനെ സ്റ്റേജ്മെൻറ്റ് കയറിയ ചെയ്ത്താളുകൾ അത് 2 അടക്കാണ്. അത് നോക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒക്കെ കഴിഞ്ഞാടോ പോയി അങ്ങനെ ആലോചിച്ചാൽ എന്തൊക്കെ പറഞ്ഞതെന്ന് ആലോചിച്ച് മോനെ ചിലപ്പോൾ ഇതുണ്ടാവും. പഠിച്ചാൽ അങ്ങനെ ക്ലിപ്പുണ്ടല്ലോ അങ്ങനെ ക്ലിപ്പുണ്ടല്ലോ, അത് ഞാൻ കട്ടുമുറിച്ചാണ്ട് ഇതിനെല്ലാം ഇട്ടിനെ ഒക്കെ ഓനക്ക് തന്നെ. പക്ഷേ സ്റ്റേജ്മെൻറ്റ് കയറുമ്പോൾ അതാ ചെയ്ത്താൻ ഇങ്ങനെ അളകാണ്. അത് നോക്കണ്ട. എന്താ ചെയ്യാം.
വസ്സലാത്തു വസ്സലാം അജ്മഈൻ അമ്മാ ബഅദ്. ഇത് ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടൊന്ന് പോവാണ്.